നമസ്കാരം. വീടുകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആയി മാറിയിരിക്കുകയാണ് ടോയ്ലറ്റ്. എത്ര ബെഡ്റൂമുണ്ടോ ആ ബെഡ്റൂമിലെല്ലാത്തിലും ടോയ്ലറ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. സാധാരണ മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ വീടിന് പുറത്ത് ഏകദേശം ഒരു 10-15 മീറ്റർ അകലെയാണ് നമ്മൾ ടോയ്ലറ്റ് വയ്ക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാ വീടുകളിലും ബെഡിൽ നിന്ന് കാലെടുത്ത് വയ്ക്കുന്ന ടോയ്ലറ്റിലായത്തായിരിക്കും ആ ഒരു അവസ്ഥയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് നമുക്ക് ഗുണമുണ്ട് ദോഷമുണ്ട്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു ബെഡ്റൂമിൽ നിന്ന് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ഉപയോഗം കഴിഞ്ഞാൽ ഉടൻ ടോയ്ലറ്റിൻ്റെ ഡോറൊന്നും ക്ലോസ് ചെയ്യാറില്ല. കാരണം വിസർജ്യം കളയാനുള്ള സ്ഥലമാണ് ടോയ്ലറ്റ്. ആ ഡോറ് ക്ലോസ് ചെയ്യാതെ തന്നെ നമ്മൾ തിരിച്ചിറങ്ങി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ആ നെഗറ്റീവ് എനർജി നമ്മുടെ ബെഡ്റൂമിലോട്ടത് പകരും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് നമ്മൾ ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ചിറങ്ങിയാൽ ആ ഡോർ അപ്പോഴും തന്നെ ക്ലോസ് ചെയ്യണം. ഒരിക്കലും ഡോർ ഓപ്പൺ ചെയ്തിടാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തത്, ഞാൻ പറഞ്ഞു ഒരു 10-30 വർഷത്തെ എക്സ്പീരിയൻസാണ് എനിക്ക് ഈ ഫീൽഡിലുള്ളത്. കഴിഞ്ഞ കുറേ കാലത്ത് ഞങ്ങൾ കുറേ വീടൊക്കെ ഞങ്ങളിങ്ങനെ ശ്രദ്ധിച്ചത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം വീട്ടിലുള്ള ആൾക്കാർക്ക് അസുഖങ്ങൾ കൂടുതലുണ്ടാവുന്ന ആളുടെ ബെഡ്റൂം ശ്രദ്ധിച്ചാൽ അറ്റാച്ച്ഡ് ടോയ്ലറ്റുള്ള ആളുടെ റൂമിലാണ്. ആ റൂം ഉപയോഗിക്കുന്ന ആൾക്ക് അസുഖങ്ങൾ കൂടുതലായിട്ടുണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ അറ്റാച്ച്ഡ് അല്ലാത്ത റൂമിൽ കിടക്കുന്ന ആൾക്ക് ഈ അസുഖങ്ങൾ കുറച്ചായിട്ടാണ് നമുക്ക് കാണാൻ പറ്റിയത്. കാരണം അത്രത്തോളം നെഗറ്റീവ് എഫക്റ്റാണ് നമുക്ക് അതിനകത്തുണ്ടാകുന്നത്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് വീടിൻ്റെ പ്ലാൻ തയ്യാറാക്കുമ്പോൾ തന്നെ ആ വീട്ടിലുള്ള ആൾക്കാരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം വേണം ടോയ്ലറ്റ് എവിടെ വേണം എന്ന് നിശ്ചയിക്കാൻ പാടുള്ളൂ. നോർമലി ഉള്ള നമ്മളല്ലാതെ നോക്കരുത്. കാരണം നമുക്ക് നെഗറ്റീവ് എനർജി കൂടുതൽ കിട്ടുന്ന ഭാഗത്തായിരിക്കണം ടോയ്ലറ്റ്. അതാണ് ഏറ്റവും നല്ലത്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഓൾറെഡി നമ്മളൊരു വാടക വീട്ടിലാണ് നമ്മൾ താമസിക്കാൻ പോകുന്നതെങ്കിൽ അവിടെ ഓൾറെഡി ടോയ്ലറ്റ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു ഫ്ലാറ്റ് വാങ്ങിക്കുന്നു അല്ലെങ്കിൽ ഒരു വീട് വാങ്ങിക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അവിടെ ടോയ്ലറ്റുകൾ അവർ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കും. നമ്മുടെ പ്ലാൻ അനുസരിച്ചല്ലല്ലോ അവർ തരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് നമുക്ക് ആ ടോയ്ലറ്റിൽ എന്തൊക്കെ നമുക്ക് റെമഡികൾ ചെയ്യാം. മുമ്പ് ഞാനൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ ആ വരുന്ന ഭാഗത്തുള്ള ടോയ്ലറ്റിന് എന്തൊക്കെ റെമഡി ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ദോഷം മാറിക്കിട്ടും എന്നതിനെക്കുറിച്ച് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവമഠ കുബേരാശ്രമ മഠാധിപതിയും തേജസ് ഫെങ് ഷുയി ഡയറക്ടറുമാണ്. വാസ്തു സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ, അഡ്രസ്സൊക്കെ എനിക്ക് വാട്സപ്പ് ചെയ്യും. ഓൺലൈൻ കൺസൾട്ടിങ് ചെയ്യുന്നുണ്ട്. അല്ലാതെ വീട് വന്ന് നോക്കി, ഇപ്പോൾ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ ഞാൻ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ വന്ന് നോക്കിയിട്ട് വീടിന് ഇടിച്ചു നിരത്തോ കേടുപാടുകളോ വരുത്താതെ തന്നെ ഫെങ് ഷുയിയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് ആ എനർജി ലെവൽ കറക്റ്റ് ചെയ്തെടുക്കും. അപ്പോൾ നമ്മളതിനെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് 24 hours അതിൻ്റെ ചേഞ്ച് അറിയാൻ പറ്റും. കാരണം ഇത് വേറെ ഒന്നുമല്ല, നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗം എവിടെയെന്ന് കണ്ടുപിടിച്ച് അതിൻ്റേതായിട്ടുള്ള റെമഡികൾ ചെയ്തുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്തെടുക്കുന്ന സിസ്റ്റമാണ് അതിനകത്ത് വരുന്നത്. അപ്പം ടോയ്ലറ്റുകളെ കുറിച്ചൊന്ന് പറയാം. നമ്മുടെ വീടിൻ്റെ മിക്ക ആൾക്കാരും വീടിൻ്റെ കോണുകളിലാണ് ടോയ്ലറ്റ് വയ്ക്കുന്നത്. ഉദാഹരണം അഗ്നികോൺ, അതായത് തെക്ക് കിഴക്ക് ഭാഗം അഗ്നികോണിൽ കൊണ്ട് ടോയ്ലറ്റ് വയ്ക്കാറുണ്ട്. അത് ഇന്ത്യൻ വാസ്തു അനുസരിച്ചും അത് പാടില്ല എന്നാണ്. അതേപോലെ തന്നെ ഫെങ് ഷുയി മുഖേനയും അത് പാടില്ല എന്നാണ്. കാരണം അവിടെയാണ് സാമ്പത്തികത്തിൻ്റെ തട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത്. ഓരോ ഭാഗങ്ങളും ഓരോ രീതിയാണ്. അപ്പം വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് നമുക്ക് സാമ്പത്തികം കയ്യിൽ നിൽക്കുക, അതിനെ നിലനിർത്തി കൊണ്ടുപോവുക, സാമ്പത്തിക സോഴ്സ് വരുത്തുക, സാമ്പത്തികം വരുന്ന രീതിയെ ഇതിനെയൊക്കെ ആശ്രയിച്ചായിരിക്കും വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വരുന്നത്. അപ്പം തെക്ക് കിഴക്ക് ഭാഗത്തൊരു ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും സംഭവിക്കുക? ഇപ്പോൾ ഒരു വാടക വീടെടുത്ത് നമ്മൾ ആ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്താണ് ടോയ്ലറ്റ് വന്നിട്ടുള്ളത്. എങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് സാമ്പത്തികം കയ്യിൽ നിൽക്കാത്തൊരവസ്ഥയുണ്ടാകും. അപ്പോൾ അതിന് നമുക്കൊരു റെമഡി നമുക്ക് അവിടെ ചെയ്യണം. എന്താണ് തെക്ക് കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റ് വന്ന് ചെയ്യേണ്ടത്? വേറെ ഒന്നുമില്ല, ഒരു 5 റോഡിൻ്റെ വിൻചെയിം, 5 പൈപ്പിൻ്റെ വിൻചെയിം വാങ്ങിയിട്ട് ആ ടോയ്ലറ്റിനകത്ത് തൂക്കിയിടുക. തെക്ക് കിഴക്ക് ഭാഗത്തുള്ള ടോയ്ലറ്റിനകത്ത് 5 പൈപ്പിൻ്റെ വിൻചെയിം തൂക്കിയിടുമ്പോൾ നമുക്ക് കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടുപോകും. പൂർണ്ണമായിട്ടുള്ള റെമഡി ആകുന്നില്ല, കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടുപോകും എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ നമുക്ക് വീടിൻ്റെ കിഴക്ക് ഭാഗത്താണ് ടോയ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ എനർജി കടന്നു വരുന്നത് അല്ലെങ്കിൽ എനർജി ഫ്ലോ എന്ന് പറയുന്നത് ഈസ്റ്റിൽ നിന്നാണ്. അവിടെ ഒരു ടോയ്ലറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിന് പറ്റുന്നത് വീട്ടിലുള്ള മെമ്പേഴ്സിന് അസുഖങ്ങൾ കൂടുതലായിട്ടുണ്ടാകും. അപ്പോൾ അതിന് റെമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും ഒരു 5 റോഡിൻ്റെ വിൻചെയിം വേണമെങ്കിൽ നമുക്ക് തരാൻ പറ്റും. അപ്പം കിഴക്ക് ഭാഗത്തും തെക്ക് കിഴക്ക് ഭാഗത്തും നിങ്ങളുടെ വീട്ടിൽ ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഷോപ്പിൽ അന്വേഷിക്കുക. 5 പൈപ്പിൻ്റെ വിൻചെയിം കിട്ടുമെങ്കിൽ വാങ്ങി അതിനകത്ത്
എടുത്ത് തൂക്കിയിടുക. അല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങളും വരും, സാമ്പത്തികം കയ്യിൽ നിൽക്കാത്തൊരവസ്ഥ ഉണ്ടായിക്കൊള്ളും. അപ്പം അത് കഴിഞ്ഞാൽ നമുക്ക് തെക്ക് ഭാഗം എന്ന് പറയുന്നത് അവിടെ നോർമലി ഒത്തിരി വീടൊക്കെ ഞാൻ നോക്കിയിട്ട് അതൊക്കെ വീടിൻ്റെ തെക്ക് ഭാഗത്താണ് ടോയ്ലറ്റൊക്കെ വന്നിട്ടുള്ളത്. പക്ഷേ അവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശസ്തി, നമ്മൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകും. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അതിനുള്ള റിസൾട്ട് അതിനകത്ത് കിട്ടത്തില്ല, പ്രശസ്തി നഷ്ടപ്പെടും. എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് ഒരു കാരണവശാലും കിട്ടത്തില്ല. എല്ലാ കാര്യത്തിലും തടസ്സവും കാര്യങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും വീട്ടിൻ്റെ തെക്ക് ഭാഗത്തൊരു ടോയ്ലറ്റ് വന്നാൽ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനകത്ത് നമുക്ക് പറ്റുമെങ്കിൽ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റുകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ലൈറ്റായിട്ടുള്ള, അതായത് നമുക്ക് പവർ കുറഞ്ഞ ബൾബ് ഏതെങ്കിലും ഇടുക. ആ ടോയ്ലറ്റിനകത്ത്, ആ ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ബക്കറ്റ് വെള്ളം നിറച്ച് വെച്ചേക്കുക. ഒരു മിനിമം ഒരു 5 ലിറ്ററെങ്കിലും കൊള്ളുന്ന ഒരു ബക്കറ്റ്, ബ്ലൂ ബക്കറ്റായിരിക്കും ഏറ്റവും നല്ലത്. അതിനകത്ത് വെള്ളം നിറച്ച് വയ്ക്കാം. 3 ദിവസത്തിലൊരിക്കൽ ആ വെള്ളം എടുത്ത് ഉപയോഗിക്കരുത്. നമുക്ക് ആ ക്ലോസറിനകത്ത് ഒഴിച്ചതിന് ശേഷം ഫ്ലഷ് ചെയ്ത് കളയുക. അതായത് ആ വെള്ളം പിന്നെ നമുക്ക് ഉപയോഗിക്കാനേ പാടില്ല. ക്ലോസറിനകത്ത് ഒഴിച്ച് ഫ്ലഷ് ചെയ്ത് കളയുക, വീണ്ടും വെള്ളം നിറച്ച് വയ്ക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ദോഷത്തെ കുറേയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ വരുന്നത് തെക്ക് പടിഞ്ഞാറാണ്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ, കുടുംബ ബന്ധങ്ങൾ ഇടിഞ്ഞ് തകരാറിലാവും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുണ്ടാവും, കുട്ടികളും തമ്മിലുള്ള വഴക്കുണ്ടാവും, പ്രേമബന്ധങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ ഡിവോഴ്സിൻ്റെ പക്കത്ത് വരെ എത്തുവാനുള്ള ചാൻസാണ് അതിനകത്ത്. പ്രത്യേകിച്ച് അത് ഗ്രഹനാഥയുടെ തട്ടും കൂടെയാണ്. വീട്ടിലുള്ള ഗ്രഹനാഥയ്ക്ക്, അല്ലെങ്കിൽ അമ്മയ്ക്കോ അല്ലെങ്കിൽ സഹോദരി ആർക്കെങ്കിലുമൊക്കെ ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാൻ ചാൻസ് വളരെ കൂടുതലാണ് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറൊരു ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കൊരു ടോയ്ലറ്റ് വരികയാണെങ്കിൽ അത് ഉപയോഗിക്കരുത് ഒരു കാരണവശാലും. നമുക്കിപ്പം ആ ഒരു ടോയ്ലറ്റേ ഉള്ളൂ, അത് ഉപയോഗിച്ചേ പറ്റുള്ളൂ എങ്കിൽ അതിനകത്ത് ഒരു ഫ്രഷ് പ്ലാന്റ്, എന്തെങ്കിലും പൂക്കൾ പൂക്കുന്ന ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് വാങ്ങിച്ചിട്ട് ആ ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ വയ്ക്കണം. ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ വയ്ക്കുമ്പോൾ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പ്ലാന്റ് ഒരേപോലത്തെ വാങ്ങിക്കുക, ഒന്ന് പുറത്ത് വയ്ക്കുക. 3 ദിവസത്തിലേക്ക് പുറത്തോട്ട് ചേഞ്ച് ചെയ്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് നമുക്ക് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ചെയ്യണം. പിന്നെ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് വന്നാൽ അവസ്ഥ എന്തായിരിക്കും? കുട്ടികളുടെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ കുട്ടികൾക്ക് അവരുടെ എന്താ പറയുക, അവർക്കങ്ങ് ഒരു എഴുന്നേറ്റം കിട്ടാത്തൊരവസ്ഥ. കുട്ടികൾക്ക് എന്തിന് പഠിക്കാൻ ഇറങ്ങിയാലും എന്തിനായിരുന്നോ ജോലി കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ പഠിക്കാൻ നമുക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തടസ്സങ്ങൾ കൂടുതൽ, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തൊരു ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത്, ആ ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഭിത്തിയുടെ അവിടെ നമുക്കൊരു വാട്ടർഫാൾസിൻ്റെ പിക്ചർ ഒട്ടിച്ച് വെച്ചേക്കുക. വെള്ളം ഉള്ളിലോട്ട് വരുന്നത് പോലെ വാട്ടർഫാൾസിൻ്റെ ഒരു പിക്ചർ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള ദോഷത്തെ കുറേയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ വരുന്നത് ഏതാണ്? വടക്ക് പടിഞ്ഞാറ് ഭാഗം. പടിഞ്ഞാറ് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗം. വടക്ക് പടിഞ്ഞാറാണ് നോർമലി ഇന്ത്യൻ വാസ്തു അനുസരിച്ച് വടക്ക് പടിഞ്ഞാറ് ടോയ്ലറ്റ് ആവാം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഫെങ്ഷി മുഖേന വടക്ക് പടിഞ്ഞാറ് ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ അത് വീട്ടിലെ ഗ്രഹനാഥൻ്റെ തട്ടാണ് വടക്ക് പടിഞ്ഞാറ്. ഗ്രഹനാഥന് തൊഴിൽ പ്രശ്നങ്ങളുണ്ടാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഉദര സംബന്ധമായിട്ട് അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്, എടുക്കുന്ന എഫേർട്ടിന് ചില റിസൾട്ട് കിട്ടാതിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യേണ്ടത് റെമഡി എന്ന് പറയുമ്പോൾ പറ്റുമെങ്കിൽ ഒരു ബ്രൈറ്റ് ലൈറ്റ്, നമുക്ക് ആ ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ ഒരു ബ്രൈറ്റ് ലൈറ്റ് ഇട്ടേക്കുക. ബ്രൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ പവർഫുള്ളായിട്ട് കത്തുന്ന ഒരു ലൈറ്റ് ഇടുക. മിനിമം ഡെയിലി 3 മണിക്കൂറെങ്കിലും ആ ലൈറ്റ് ഓൺ ചെയ്തിട്ടേക്കാം. മിനിമം 3 മണിക്കൂർ ഓൺ ചെയ്തിട്ടേക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്നത് വടക്ക് ഭാഗമാണ്. വീടിൻ്റെ വടക്ക് ഭാഗത്ത് ഒരു ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുക, തൊഴിൽപരമായിട്ടുള്ള തടസ്സം ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അത് വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സിനും തൊഴിൽ തടസ്സം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ടോയ്ലറ്റ് വീടിൻ്റെ വടക്ക് ഭാഗത്ത് ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം, ഈ ഒരു പാറ കഷ്ണം ഉണ്ടല്ലോ, കരിങ്കല്ല്, ആ ഒരു പാറ കഷ്ണം എടുത്തിട്ട് ആ ടോയ്ലറ്റിൻ്റെ ഉള്ളിലിട്ട്, നമ്മൾ ചെറിയ കാലൊക്കെ തേച്ചിടാൻ ഉപയോഗിക്കുന്ന രീതിയിലുള്ള പാറ കഷ്ണമായിരുന്നാലും മതി, നമുക്ക് ആ ടോയ്ലറ്റിൻ്റെ ഉള്ളിലിടുക. ആ ദോഷത്തെ കുറേയൊക്കെ നമുക്ക് അതിൽ പരിഹരിക്കാൻ പറ്റും. അതേപോലെ തന്നെ വടക്ക് കിഴക്ക് ടോയ്ലറ്റ് വന്നാൽ, വടക്ക് കിഴക്ക് എന്ന് പറയുമ്പോൾ ഈശാനുകോണാണ്, അവിടെ ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാലും ഇതേപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസം തകരും. കുട്ടികൾ മാത്രമല്ല, വീട്ടിൽ ആരൊക്കെ പഠിക്കുന്നവരുണ്ടോ അവരുടെ എല്ലാവരുടെയും വിദ്യാഭ്യാസപരമായിട്ടുള്ള തകർച്ചയിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ചെറിയ റെമഡി ചെയ്യാൻ പറ്റുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ തെക്ക് പടിഞ്ഞാറ് ചെയ്തതുപോലെ തന്നെ വടക്ക് കിഴക്കും ഒരു ലൈവ് പ്ലാന്റ് ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ വയ്ക്കുക. എന്നാൽ അതാണ് നമുക്ക് 2 പ്ലാന്റ് വാങ്ങിക്കുക, ഒന്ന് മാറി മാറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ദോഷത്തെ പരിഹരിക്കാൻ പറ്റും. പിന്നെ ഒരു കാരണവശാലും ടോയ്ലറ്റ് വരാൻ പാടില്ലാത്ത സ്ഥലമാണ് വീടിൻ്റെ ബ്രഹ്മസ്ഥാനം. വീടിൻ്റെ സെൻട്രൽ പോയിന്റിൽ നിന്നും ഒരു കാരണവശാലും ടോയ്ലറ്റ് വരരുത്. അങ്ങനെ ഒരു പക്ഷേ വന്നിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുക. ഇപ്പം നിങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കണമെങ്കിൽ അവിടെ ഒരു ടോയ്ലറ്റ് വന്നുപോയി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഉപയോഗിക്കരുത്.
അതിനങ്ങ് ഉപേക്ഷിച്ചേക്കുക. വേറെ ഈ റൂമിലുള്ള ടോയ്ലറ്റ് നിങ്ങൾ അത് ഉപയോഗിക്കുക. അപ്പം ഈ ടോയ്ലറ്റ് എന്ന് പറയുന്ന സാധനം അത്രയും ഇതാണ്, നമുക്ക് അസുഖങ്ങൾ കൂടുതലുണ്ടാക്കും. മാത്രമല്ല ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെയാണ് നമ്മളറിയില്ല. നമ്മുടെ ഇത് എന്താ പറയുക, ജോലിയൊക്കെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മൂട്ടിയിടാൻ പറ്റുന്ന ഒരു രീതിയാണ് ഈ ടോയ്ലറ്റിൽ നിന്ന് വരുന്ന നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ റെമഡികൾ നിങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളൊന്ന് പരിഹരിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചോളൂ. നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്ത് തരാം, അല്ലെങ്കിൽ ഫോണിൽ കൂടെ തന്നെ ഓൺലൈൻ കൺസൾട്ടിങ് ചെയ്ത് തരാൻ പറ്റും. പിന്നെ സൂര്യദേവമ്മയുടെ കുബേര ആശ്രമത്തിൽ വരുന്ന ശനിയാഴ്ച കുബേര പൂജയുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വരിക. കുബേരപൂജയ്ക്ക് പങ്കെടുത്തു കഴിഞ്ഞാൽ 7 കുബേരപൂജയ്ക്ക് പങ്കെടുക്കുന്നവർക്ക് അത്രത്തോളം റിസൾട്ട് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ വിഷ്ണുമായ സ്വാമിക്ക് കലശം, അത് എല്ലാ ദിവസവും രാവിലെ വിഷ്ണുമായ സ്വാമി ക്ഷേത്രം നട തുറക്കുന്നുണ്ട്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ് വിഷ്ണുമായ കുബേരസ്വാമിയും ദേവീക്ഷേത്രവും നട തുറക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗത്തൂടെ എങ്ങനെ പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങി കാണുക. യോഗ ആൻഡ് മെഡിറ്റേഷൻ റിസർച്ച് സെൻ്ററാണ്. പിന്നെ ഈ വരുന്ന പൗർണമിക്ക് ഞാൻ കോട്ട് കട്ടിങ്ങിൻ്റെ ക്ലാസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. പൗർണമിയുടെ കോട്ട് കട്ടിങ്ങിൻ്റെ ക്ലാസ്